നമസ്കാരം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തിരുന്ന ഒരു പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. പാലക്കാട് MLA ആയിരിക്കുന്നു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്നു. വിവാഹിതരായ യുവതികളെ കെണിവെച്ച് വീഴ്ത്തി അവർക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരെ ബലാത്സംഗം ചെയ്ത് ശാരീരികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭം അലസിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു സെക്ഷൽ പെർവേർട്ട് എന്ന നിലയിലായിരുന്നു CPM വൃത്തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ ചിത്രീകരിച്ചിരുന്നത്. അതിനുവേണ്ടി അന്വേഷണ സംഘത്തെ ഉണ്ടാക്കി പരാതിക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് 3 ബലാത്സംഗ കേസുകൾ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു. നിരന്തരമായി മാധ്യമ വിചാരണയ്ക്കും വേട്ടയാടലിനും ഇരയായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒടുവിൽ 3 കേസിലും കോടതികൾ പറഞ്ഞു ബലാത്സംഗമോ ആരോപിച്ചിരിക്കുന്ന മറ്റു കുറ്റകൃത്യങ്ങളോ നിലനിൽക്കില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു ബഹളവും വയ്ക്കാതെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് മാറി നിൽക്കുന്നു. പാലക്കാട്ട് മാങ്കൂട്ടം മത്സരിച്ചാൽ മാത്രമേ ജയിക്കൂ എന്ന് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞിട്ടും പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ടിട്ടും പാർട്ടി സമ്മതിക്കാതെ വന്നപ്പോൾ രാഹുൽ കമാന്നൊരക്ഷരം പറയാതെ മാറി നിന്നു. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്താണ്? നിരന്തരം അധികാരം കൈവശത്തിരിക്കുന്നവർ പോലും സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ബഹളം വയ്ക്കുന്നു, പ്രതിഷേധിക്കുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം സീറ്റ് നിഷേധിച്ച പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയിൽ പോലും പൊട്ടിത്തെറിക്കുന്നു, കവിത ചൊല്ലുന്നു, ബൈബിൾ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പുലഭ്യം പറയുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരക്ഷരം പോലും പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി നിലപാടുമായി രംഗത്തുണ്ട്. ഇത്രയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും കഴിഞ്ഞ 2 ദിവസമായി മറ്റൊരു വാർത്ത കൂടി ചർച്ചയാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്ന അപേക്ഷയിൽ ഇന്നലെ വാദം കേൾക്കുമെന്നായിരുന്നു ആ വാർത്ത. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലേക്ക് ഉടനടി ജാമ്യം റദ്ദാക്കി ജയിലിലടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് പലരും ആഘോഷിച്ചതാണ്. അവർ ആഘോഷം കഴിഞ്ഞ 2 ദിവസം മറ്റ് തിരക്കുകൾക്കിടയിലും തുടർന്നു. എന്നാൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഒരു ചാനലും ആ കേസിന് എന്തു സംഭവിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തില്ല. ഇന്നത്തെ പത്രങ്ങളിൽ ഒറ്റക്കോളം വാർത്തയുണ്ട് എന്നതൊഴിച്ചാൽ യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചു എന്ന് മാധ്യമങ്ങൾ പറയാതിരിക്കുന്നത് കൃത്യമായ അജണ്ടയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള അപേക്ഷ കോടതി നിരസിച്ചു. ആകപ്പാടെ കോടതി ഒരു കണ്ടീഷൻ മാത്രമാണ് വെച്ചത്. പരാതിക്കാരിയുടെ ഫോൺ നമ്പർ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുക്കണം. ജാമ്യം റദ്ദ് ചെയ്യാനുള്ള പോലീസിൻ്റെ അപേക്ഷ നിരസിക്കാൻ കാരണം രാഹുൽ കുറ്റകൃത്യം ചെയ്തതായി സംശയിക്കാവുന്ന സാഹചര്യമില്ല എന്ന് കോടതിക്ക് ബോധ്യമായിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, എൻ്റെ സ്റ്റോറികളും എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസുകളും കാണുന്നവരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ തന്നെ അവരെ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അറിയാതെ കോളിലേക്ക് പോയതാണ്. ആ സമയത്ത് തന്നെ നിർത്തി. എന്നാൽ അവരെന്നോട് ചാറ്റ് ചെയ്തു, അവരെന്നെ ബന്ധപ്പെട്ടു. അവർ മാത്രമല്ല, അവരുടെ അമ്മ പോലും എന്നെ ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഈ വാദം സ്ക്രീൻഷോട്ടുകൾ സഹിതം കോടതിയിൽ സ്ഥാപിച്ചപ്പോൾ കോടതി ശരിവെച്ചു. ജാമ്യം റദ്ദ് ചെയ്യാനുള്ള അപേക്ഷ തള്ളി. പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരു യുവ നേതാവിനെ അന്ത്യം കുറിക്കാൻ വേണ്ടി കെണിവെച്ച് പിടിച്ച് അയാൾക്കെതിരെ നിരന്തരം കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടച്ച് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ട് പോലും അയാളെ വേട്ടയാടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നതിന് തെളിവാണ് ഈ വാർത്ത ചീറ്റിപ്പോയതും ആ വാർത്തയെക്കുറിച്ച് ഇവർ മൗനം പാലിക്കുന്നതും. രാഹുലിൻ്റെ എക്കാലത്തെയും മികച്ച സുഹൃത്തായ ഫെനി നൈനാൻ ഇങ്ങനെ കുറിച്ചു. ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റിയാണ്. അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയത് 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണമാകുന്നുണ്ട്. അതിനെപ്പറ്റി വേറെ ഒരവസരത്തിൽ പറയാം. കേസിനെ പറ്റി തന്നെ പറയാം. രാവിലെ വാർത്തകളുണ്ടായിരുന്നു രാഹുലിന് ഇന്ന് നിർണായകമെന്ന്. കുറേയായി തലക്കെട്ട് ശീലമായിട്ട്. ഇന്നത്തെ വിശേഷം, രാഹുൽ MLA 2ാമത്തെ കേസിലെ പരാതിക്കാരിയെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു. അത് അവരെ ഭീഷണിപ്പെടുത്താനായിരിക്കാം. അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണം എന്ന് SIT കൊടുത്ത പരാതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. കോടതി വിധി വന്ന ശേഷം കാര്യമായ വാർത്തകളില്ല. എന്താണ് കാരണം? രാഹുൽ MLAയുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചു. എന്തുകൊണ്ട് കോടതി അങ്ങനെ വിധിച്ചത്? രാഹുൽ MLA കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ അദ്ദേഹത്തിന് ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്നും പരാതിക്കാരിയും തൻ്റെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നു എന്നുമാണ്. ഈ പരാതിയിൽ പറഞ്ഞ ദിവസം പോലും പരാതിക്കാരിയുടെ അമ്മ ഫോണിൽ മെസ്സേജ് അയച്ചു എന്നും അതിനാൽ ബ്ലോക്ക് ചെയ്തു എന്നുമുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. അത് കോടതിക്ക് ബോധ്യമായി. ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘം മാധ്യമങ്ങളും ചേർന്ന് കഴിവേറ്റാൻ ശ്രമിച്ചതിന് ഉദാഹരണമാണ് രാഹുൽ കേസ്. അയാൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളം ഇതിൻ്റെ ചതികൾ ഒന്നൊന്നായി തെളിവ് സഹിതം തിരിച്ചറിയും തീർച്ച.
ഈ തള്ളിപ്പറഞ്ഞവർ അന്ന് ദുഃഖിക്കും. ഈ പരാതിക്കാരി എനിക്കെതിരെയും അപവാദ പ്രചരണം നടത്തിയിരുന്നു. ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പരാതിക്കാരി കോടതി മുറിയിലും പൊതുസമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞ കള്ളത്തിനും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ലോകത്തിൻ്റെയും മുന്നിൽ തലകുനിച്ചു നിർത്തും. കോടതിയിൽ കള്ളം തെളിയുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കാനാവില്ല. ഫെനി വേദനയോടുകൂടി ഇത് കുറിക്കാൻ കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ ആദ്യാവസാനം കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് രാഹുലിന് വേണ്ടി. രാഹുൽ കോടതിയിൽ സമർപ്പിച്ചതും കോടതി അംഗീകരിച്ചതുമായ പാരഗ്രാഫ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. It is submitted that the de facto complainant is having 2 WhatsApp number. They are എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുന്നുണ്ട്, ഞാനത് കാണിക്കുന്നില്ല. Both numbers are saved in my mobile phone. Further, it is submitted that after I was granted anticipatory bail on 08/1/2026, I received a WhatsApp message from the de facto complainant's number, which was not processed as well due to some technical issues, and I didn't receive any notification regarding the same. എനിക്ക് അന്നൊരു മെസ്സേജ് വന്നിരുന്നു, ഞാനത് കണ്ടില്ല. On 17/2/2026, I posted photo of mine standing with a celebrity as my WhatsApp status from my WhatsApp account. ഞാൻ ഇന്ന ദിവസം എൻ്റെ സെലിബ്രിറ്റി എടുത്തൊരു ഫോട്ടോ ഇട്ടു സ്റ്റാറ്റസായി. When I checked the views of my WhatsApp status, I came to see that the de facto complainant viewed my status from നമ്പർ കാണിക്കുന്നില്ല വാട്സാപ്പ് അക്കൗണ്ട്. Panicked by this, I immediately took her WhatsApp profile and tried to block her. എൻ്റെ സ്റ്റാറ്റസ് ഇവർ കാണുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അത് ബ്ലോക്ക് ചെയ്യാൻ എടുത്തു. To block her account, I have to click on vertical ellipse icon, which is seen very much adjacent of WhatsApp call icon. Unfortunately, I touched the call button instead of the other, which I immediately disconnected even without a full course ringing. അറിയാതെ ഞാൻ ആ ഫോണിൽ ഞെക്കിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ ഡിസ്കണക്ട് ചെയ്തു, ഫുൾ റിംഗ് ആവുന്നതിന് മുമ്പേ. ഇറ്റ് ഈസ് സീൻ ഇൻ മൈ ചാറ്റ് വിൻഡോ ആസ് ഫെയിൽഡ് കോൾ. Soon after this, I blocked her contact. It was not an attempt to contact her, but an unfortunate mistake. This happened after 2 months from her date of bail order. Before or after this unfortunate call, I haven't made any attempt to contact the victim and thereby violated the bail condition. അതായത് ഞാനിങ്ങനെ അബദ്ധം പറ്റി, അപ്പോൾ തന്നെ ഞാൻ കോൾ കട്ട് ചെയ്തു, സ്ക്രീൻഷോട്ട് കൊടുക്കുന്നു. ഒരു കാര്യം കൂടി പറയുന്നു. Moreover, on the same day, the alleged WhatsApp call by 7:04 p.m. after the de facto complainant replied to my WhatsApp status from her, നമ്പർ പറയുന്നു. Soon after this reply, I blocked that account too. അതായത് ഇയാളുടെ വാട്സാപ്പിലേക്ക് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇവൾ മറുപടിയും അയച്ചു എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. കോടതിക്ക് ഇത് ബോധ്യമായി. ജാമ്യം റദ്ദാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചില്ല. നമ്മുടെ മാധ്യമങ്ങൾക്ക് ആവേശമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിൽ പോകുന്നത് കാണാൻ കാത്തിരുന്നവർ നിരാശരായി. ഈ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടയിൽ ഈ വാർത്ത ആരും അറിയാതെ പോവരുതേ എന്നതുകൊണ്ടാണ് കാര്യം പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പരിഗണിക്കണം. ഇന്നലെയും ഇന്നുമായി പുറത്തേക്ക് വരുന്നൊരു വാർത്തയാണ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി ചേത്തക്കലിൽ താമസിക്കുന്ന ചേകോട്ട് അലൻ മാത്യു എന്ന ചെറുപ്പക്കാരൻ 27 വയസ്സാണ്. ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഒളിവിലാണ്. ഈ ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐയുടെ മുൻ റാന്നി ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. ഇയാൾ ഈ സമയത്ത് ഇയാളേക്കാൾ പ്രായമുള്ള ഒരു യുവതിയെ പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ഗർഭമുണ്ടാക്കുന്നു, ഗർഭഛിദ്രം നടത്തുന്നു. ഈ യുവതി പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് കേസെടുക്കുന്നില്ല. ഒടുവിൽ ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് പോലീസ് കേസെടുത്തത്. ഇപ്പോഴും അയാളെ പിടികൂടിയിട്ടില്ല. ഓർക്കണം, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, DYFI ഏരിയ പ്രസിഡന്റായിരുന്നു. എന്നിട്ടിപ്പോൾ CPIM കൈയൊഴിയുകയാണ്. ഒരു ചാനലും ചർച്ചയാക്കുന്നില്ല, ഒരു മാധ്യമവും ചർച്ചയാക്കുന്നില്ല. ഇതാണ് ഇവിടെ നടക്കുന്ന ഇരട്ടത്താപ്പും വൃത്തികേടും.